ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ യൂണിറ്റ് 4 ലാസ്റ്റ് പോർഷൻ ചാപ്റ്റർ 17 ഇസ്ലാമിക് ഫിലോസഫി കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇസ്ലാമിക് ഫിലോസഫി എന്ന് പറയുന്നത് എ ബോഡി ഓഫ് പൊളിറ്റിക്കൽ തോട്ടാണ്, ഫിലോസഫിക്കൽ തോട്ടാണ് ദാറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ഇൻ ദ ഇസ്ലാമിക് വേൾഡ്. ഇതിൽ റിലീജിയസ് ആൻഡ് സെക്യുലർ തീംസ് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക് തിയോളജി എന്ന് മീൻസ് റിലീജിയനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി. ഇസ്ലാമിക് തിയോളജി മാത്രമല്ല ഇതിൽ വരുന്നത്, ഇതിൽ മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് ഹു ആർ ലിവിങ് അണ്ടർ ദ ഇസ്ലാമിക് റൂൾ, അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഇസ്ലാമിക് ഫിലോസഫിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ടീവ് ആൻഡ് സ്കെപ്റ്റിക്കൽ സ്കൂൾസ് നെയും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫോർ ഫിലോസഫിക്കൽ റീസണിങ്. ഇപ്പോൾ ചില സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ റീസണിങ് അലോൺ ഇസ് ലിമിറ്റഡ് ആൻഡ് കനോട്ട് അറ്റൈൻ ഡിവൈൻ ട്രൂത്ത് വിത്തൗട്ട് റിവലേഷൻ. അപ്പോൾ ചില റീസൺ എന്ന് പറയുന്നത് ഇസ്ലാമിക്, ഓൾത്തോ റീസൺ എന്ന് പറയുന്നത് ഇസ്ലാമിക് ലോ ഒക്കെ ആയിട്ട് അക്നോളജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശരീഅത്ത് ലോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഫിലോസഫിക്കൽ നോഷൻ ഓഫ് റീസണിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇസ്ലാമിക് ഫിലോസഫി പ്രൈമറിലി റൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഖുറാനിക് റെവലേഷൻസിലാണ്. പിന്നെ ദാറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ യൂണിവേഴ്സ്, ലൈഫ് ആൻഡ് ദ ക്രിയേറ്റേഴ്സ് വിൽ. പിന്നെ പല മേജർ സ്കൂൾസും ഇസ്ലാമിക് എംപയറിന് കീഴിൽ ഫ്ലറിഷ് ചെയ്തിരുന്നു, എസ്പെഷ്യലി ഡ്യൂറിങ് ദ അറബ് ഇസ്ലാമിക് സിവിലൈസേഷൻ. ഇനി എന്താണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോളജ്? സീക്കിംഗ് നോളജ് ഈസ് കൺസിഡർഡ് ടു ബി എ റിലീജിയസ് ഡ്യൂട്ടി ഓർ ഫർദ് ഫോർ ഓൾ മുസ്ലിംസ് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ഈ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഖുറാനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹാദിത്ത് അല്ലെങ്കിൽ സുന്ന ഓഫ് ദ പ്രോഫറ്റ് മുഹമ്മദിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. Those who seek knowledge are honored and entrusted with spreading that knowledge to the benefit of society. ആരാണോ നോളജ് സീക്ക് ചെയ്യുന്നത് അവരെ എൻട്രസ്റ്റ് ചെയ്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് സമൂഹത്തിന് മൊത്തത്തിൽ കൊടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പം നോളജ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് മാത്രമല്ല, മോറൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റും കൂടിയാണ്. എന്താണ് നോളജിൻ്റെ സിഗ്നിഫിക്കൻസ് ഇൻ ഇസ്ലാം? ഇസ്ലാമിസത്തിൽ നോളേജ് എന്ന് പറയുന്നത് ഒരു സോളിനെ അല്ലെങ്കിൽ ആത്മാവിനെ എൻറിച്ച് ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫെയ്ത്തിനെ അത് സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ ക്രിയേറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അത് പ്രൊവൈഡ് ചെയ്യും. പ്രോഫറ്റ് മുഹമ്മദിൻ്റെ ഫസ്റ്റ് റെവലേഷൻ എന്ന് പറയുന്നത് തന്നെ റീഡ് ഇൻ ദ നെയിം ഓഫ് യുവർ ലോഡ് എന്നാണ്. അപ്പോൾ റീഡിങ് ആൻഡ് ലേണിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അത് പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്, അതിനൊരു സെക്യുലർ ആക്ട് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അത് എയിം ചെയ്യുന്നത് ഒരു ഹോൾ പേഴ്സണെ ഫെയ്ത്തിലൂടെയും എത്തിക്സിലൂടെയും വിസ്റ്റമിലൂടെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് ഫിലോസഫി? ഫസ്റ്റ് വേൾഡ് കോൺഫറൻസ് ഓൺ മുസ്ലിം എഡ്യൂക്കേഷൻ മെക്കയിൽ വെച്ച് നടന്നിട്ടുള്ളതാണ് 1977. അതിൽ പ്രൈമറി എയിമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈസ് ടു ഡെവലപ്പ്, അതായത് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഈസ് ടു ഡെവലപ്പ് എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ളതാണ്. ഈ ഗോൾ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുക ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ത്രൂ നോളജ് ആൻഡ് ആക്ഷൻ അലൈൻഡ് വിത്ത് ഇസ്ലാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്രോത്തിനെയും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെയും സപ്പോർട്ട് ചെയ്യണം. ദ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സബ്മിഷൻ ടു അല്ലാഹ് ത്രൂ റൈറ്റ് ലിവിങ് എന്നുള്ളതാണ്. ഇപ്പം ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ മാത്രമല്ല, അത് ഒരു ഗോഡ് കോൺഷ്യസ് ബിഹേവിയർ, അതായത് ദൈവഭക്തി, ദൈവഭയം അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളൊരു തരത്തിലുള്ളൊരു ബിഹേവിയർ, ജസ്റ്റിസ്, എത്തിക്കൽ കോണ്ടക്റ്റൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്താണ് നോളജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നോളജ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെൻട്രൽ ആൻഡ് ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഏതൊരു ജീവിയുടെയും ഏതൊരു ഇൻഡിവിജ്വലിൻ്റെയും കമ്മ്യൂണിറ്റി ലൈഫിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്തായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോറലി അപ്രൈറ്റ് ആൻഡ് ജസ്റ്റ്, നീതിപൂർവമായൊരു സൊസൈറ്റി ബിൽഡ് ചെയ്യാനും നോളജിനെ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു പാത്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാം? എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ആണ്, മോറലാണ്, സ്പിരിച്വൽ ആണ്. അതിൻ്റെ എയിം എന്ന് പറയുന്നത് ക്യാരക്ടർ ആൻഡ് ഷേപ്പിംഗ് ആൻഡ് ഗൈഡിങ് ബിഹേവിയർ ആണ്. പിന്നെ അക്വയറിങ് ഇൻഫർമേഷനോ ജോബ് ഓറിയൻറ്റഡ് സ്കിൽസോ മാത്രമല്ല അത്, പക്ഷെ ഒരു ഇൻഡിവിജ്വലിനെ പ്രിപ്പയർ ചെയ്യുക
ഫോർ വാട്ട്? ഫോർ ബോത്ത് വേൾഡ്ലി ലൈഫ് ആൻഡ് ഹിയർ ആഫ്റ്റർ. ഇവിടെയുള്ള ജീവിതത്തിനും ഇതിന് ശേഷമുള്ള ജീവിതത്തിനും. ഇപ്പോൾ റിലീജിയസ് സെക്യുലർ ലേണിംഗ് എഡ്യൂക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും ഇസ്ലാമിക് വാല്യൂസ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസുമായിട്ട് അലൈൻ ചെയ്യുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാം സ്ട്രെസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ദ പ്രിപ്പറേഷൻ ഓഫ് എറ്റേണൽ ലൈഫ്, പ്രിപ്പറേഷൻ ഫോർ എറ്റേണൽ ലൈഫ്, അതായത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ത്രൂ സ്പിരിച്വൽ ഡിസിപ്ലിൻ, മോറൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് ദ നോളജ് ഓഫ് ഡിവൈൻ ട്രൂത്ത്സ്. ട്രൂ നോളജ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് നോളജ്? ഖുറാൻ, ഹാദിത്ത്, പ്രൊഫറ്റിക് വിസ്ഡം ആൻഡ് ദ ഗൈഡൻസ് ഓഫ് കണ്ടക്ട്. ഇതിനൊക്കെയാണ് ട്രൂ നോളജ് എന്ന് പറയുന്നത്. സയൻസ്, മെഡിസിൻ എന്ന് തുടങ്ങിയ വിഷയങ്ങളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ടെക്നിക്കൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ നോളജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും റിലീജിയസ് നോളജ് ആവുന്നില്ല. എന്തൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാം? എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്ന 3 കീ ഡയമെൻഷൻസ് വെച്ചിട്ടാണ്. ഇപ്പം നേരത്തെ സംസ്കൃത് വായിച്ച പോലെ ഇത് അറബിക് ടേംസ് ആണ്, ഇപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല പ്രൊണൗൺസിയേഷൻ. തർബിയ focuses on the physical. The first one is tarbiyah, which focuses on the physical, emotional and intellectual development, and that includes discipline, nurturing and holistic growth. Tadeeb എന്നാണ് തോന്നുന്നു, because ഈ റൈറ്റിംഗ് ഇതിൽ ഡിഫറെൻ്റ് ആണ്, ഡിഫിക്കൽട്ടാണ് ടു റീഡ്. തദീബ് മീൻസ് മോറൽ എഡ്യൂക്കേഷനാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രോപ്പർ കണ്ടക്ട്, justice, faith, socially responsible behavior. Talim refers to the structured and formal instruction and acquisition of knowledge, emphasizing teaching methods and understanding. ഇത് മൂന്നുമാണ് ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മോഡലിനെ ഷേപ്പ് ചെയ്യുന്നത്. തർബിയ ഡെവലപ്സ് പേഴ്സണാലിറ്റി, തദീബ് ബിൽഡ്സ് ക്യാരക്ടർ, തലീം എൻഹാൻസസ് ഇൻ്റലക്ട്. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഈ 3 എലമെൻറ്റ്സിനെയും കമ്പൈൻ ചെയ്യണം ടു ഡെവലപ്പ് വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ എംഫസിസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ്, മോർ ദാൻ തിയററ്റിക്കൽ ലേണിംഗ്. ഓക്കെ, ഇനി കരിക്കുലം ഇൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തെ 2 സ്ട്രീമായിട്ട് തരംതിരിക്കാം. ഒന്ന് ട്രാൻസ്മിറ്റഡ് സയൻസസ്, അതിൽ ഖുറാൻ, ഹദീത്ത്, ജുറിസ്പ്രുഡൻസ്, ദാറ്റ് മീൻസ് ഫിഖ്വ ആൻഡ് തിയോളജി ഒക്കെ വരും. പിന്നെ വരുന്നത് റാഷണൽ സയൻസസ് ആണ്, ഫിലോസഫി, ലോജിക്, മാത്തമാറ്റിക്കൽ, ആസ്ട്രോണമി, നാച്ചുറൽ സയൻസ്. അപ്പോൾ റാഷണൽ സയൻസസിനെ തന്നെയാണ് ഫോറിൻ സയൻസസ് ഓർ സയൻസസ് ഓഫ് ദ ഏൻഷ്യൻസ് എന്നൊക്കെ വിളിക്കുന്നത്, ബിക്കോസ് ഓഫ് ദെയർ റൂട്ട്സ് ഇൻ ഗ്രീക്ക് നോളജ്. അപ്പോൾ സയൻസും ഫെയ്ത്ത് ബേസ്ഡ് സബ്ജക്ട്സും എസെൻഷ്യൽ ആയിട്ട് തന്നെയാണ് ഒരു ബാലൻസ്ഡ് ആൻഡ് കാപ്പബിൾ പേഴ്സണെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ എസെൻഷ്യൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ദ മെത്തഡോളജി ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സിൽ ലെക്ചേഴ്സ് ഉണ്ട്, ഡിക്റ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഖുറാനൊക്കെ മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്ന ഒന്നാണ്, ഫോളോഡ് ബൈ ഹാദിത്ത്. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് മെമ്മറിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നതും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ആൻഡ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അക്യുറേറ്റ് മെമ്മറി ആൻഡ് വെർബൽ റിപ്പിറ്റേഷൻ ഹൈലി വാല്യൂഡ് ആണ് ഇവിടെ, അത് എസ്പെഷ്യലി ഫോർ ദ റിലീജിയസ് ടെക്സ്റ്റ് ലൈക്ക് ഹാദിത്ത് വെർ എക്സാക്ട് വേർഡിംഗ് മാറ്റേഡ്. ഇനി ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇസ്ലാമിക് ട്രഡീഷൻ. ഒന്ന് മക്തബ്, അതായത് എലമെൻ്ററി സ്കൂൾസ് അറ്റാച്ച്ഡ് ടു മോസ്ക് ആണ്. ദേ ടോട്ട് reading, writing, basic Islamic teachings and prayers. അപ്പോൾ functioned as primary centers of religious and moral education for children. Then madrasas, they are the institutions of higher Islamic learning often attached to mosque. അവർ അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് പഠിച്ചിരുന്നു, ലൈക്ക് ജൂറിസ്പ്രുഡൻസ്, തിയോളജി ആൻഡ് ലോജിക്. They were also served to train scholars for judicial and administrative positions. Notable example ആണ് മദ്രസ ഇമുസി, which was established in Delhi. അടുത്തത് ഖർഖാനാസ്, ഇത് ആർട്ടിസൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ്. ഇവിടെ ഹാൻഡ് ഓൺ ഇൻസ്ട്രക്ഷൻ ഇൻ ക്രാഫ്റ്റ്സ്, മാനുഫാക്ചറിങ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ആണ് കൊടുത്തത്. ഒരു ഡുവൽ റോള് എഡ്യൂക്കേഷനിലും പ്രൊഡക്ഷനിലും പ്ലേ ചെയ്തത്. അടുത്ത ഖൻഖാസ്, സൂഫി സ്പിരിച്വൽ സെൻറ്റേഴ്സ് ആണ്, യൂസ്ഡ് ഫോർ മെഡിറ്റേഷൻ, ലേണിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ബോണ്ടിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്തിരുന്നു ഇൻ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. ഫേമസ് എക്സാമ്പിൾ ആണ് ഖൻഖാഖ് ഓഫ് മനീർ ഷെരീഫ്, വിച്ച് ഇസ് ദ സ്പിരിച്വൽ ഹബ് ഫോർ സൂഫി ഓർഡേഴ്സ്. ഇത് പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറാൻ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇനി അടുത്തത് ദർഗ, അതായത് സൂഫി സയൻസിൻ്റെ സ്തുതിപീഠങ്ങളെയാണ് ഷ്രൈൻസ് അല്ലെങ്കിൽ ഷ്രൈൻസിനെയാണ് ദർഗാസ് എന്ന് പറയുന്നത്. സെൻറ്റേഴ്സ് ഫോർ സ്പിരിച്വൽ, മോറൽ ആൻഡ് റിലീജിയസ് എഡ്യൂക്കേഷനായി മാറി മോസ്ക്, മദ്രസ, ഖൻഖാസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ പ്ലേ എ കീ റോൾ ഇൻ പ്രിസർവിങ് ഇസ്ലാമിക് വാല്യൂസ്, ഫോസ്റ്ററിങ് ഡിവോഷൻ ആൻഡ് ഡിസമിനേറ്റിംഗ് സൂഫി ടീച്ചിങ്സ്. ചാപ്റ്റർ 18 വെസ്റ്റേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി, അതായത്
മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള തത്വചിന്തകൾ. 4 പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ അപ്രോച്ചസ് ആണ് ഇവിടെ പറയുന്നത്. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. അപ്പോൾ എല്ലാ അപ്രോച്ചിനെയും ഈ എഡ്യൂക്കേഷനെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് എഡ്യൂക്കേഷണൽ തിയറി അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് എഡ്യൂക്കേഷണൽ പ്രാക്ടീസിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഐഡിയലിസം? ഐഡിയലിസം എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ഫിലോസഫി ഇൻ ദ വേൾഡ് ആണ്. ഐഡിയലിസത്തിന് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ട്രഡീഷൻസ് ഉണ്ട്. വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ സോക്രട്ടീസ് ആൻഡ് പ്ലേറ്റോ, ഈസ്റ്റിലാണെങ്കിൽ ഉപനിഷത്സിലൊക്കെ ഐഡിയലിസം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഐഡിയലിസം പറയുന്നത് ഹ്യൂമൻ എക്സിസ്റ്റൻസിന് 2 തലങ്ങളാണുള്ളത്, 2 ലെവൽസ് ആണുള്ളത്. ഒന്ന് സ്പിരിച്വൽ, മറ്റൊന്ന് മെറ്റീരിയൽ. ഐഡിയലിസം എംഫസൈസ് ചെയ്യുന്നത് ദ സ്പിരിച്വൽ ആസ്പെക്റ്റ് ഓഫ് ലൈഫാണ്. മെറ്റീരിയൽ തിങ്സ് എല്ലാം ടെമ്പററി ആണ്, പെർഷബിൾ ആണ്, നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൈൻഡിലുള്ള ഒന്നാണ്, അത് ഇറ്റേണൽ ആണ്, അൺചേഞ്ചബിൾ ആണ്. ഇപ്പോൾ വേടൻ പറഞ്ഞ പോലെ ആൾ മരിക്കുകയിലും ആശയം മരിക്കുകയില്ല. ആൾ മരിച്ചു പോയാലും നമ്മുടെ ബോഡി മരിച്ചാലും നമ്മുടെ മെറ്റീരിയൽ തിങ്സ് നഷ്ടപ്പെട്ടു പോയാലും ആശയം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുകയില്ല. ഇതിൻ്റെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മൈൻഡ് ഓവർ മാറ്റർ. നമ്മളുടെ മനസ്സല്ലെങ്കിൽ മൈൻഡാണ് ട്രൂ റിയാലിറ്റി. ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ഒബ്ജക്ട്സും നമ്മളുടെ ഡീപ്പർ സ്പിരിച്വൽ ട്രൂത്തിൻ്റെ എക്സ്പ്രഷൻസ് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ മോട്ടോർ കാർ ഡിസ്ട്രോയിഡ് ആവാം, പക്ഷേ മോട്ടോർ കാർ എന്ന് പറയുന്ന ഐഡിയ ഒരിക്കലും ഡിസ്ട്രോയിഡ് ആവുന്നില്ല. ഓക്കെ, ഇത് കൂടുതൽ പറഞ്ഞാൽ പലരുടെ ക്ലൂ, അത് ഞാൻ പറയുന്നില്ല. ഐഡിയാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ ഒരു നായ മരിച്ചു എന്ന് വിചാരിക്കാം, അതിൻ്റെ ബോഡി പോയി, അതിൻ്റെ സോളും എല്ലാം അവിടെ നിന്ന് പോയി, പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു നായാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ആയിരിക്കും, അതിനെക്കുറിച്ചുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഐഡിയാസ് എന്ന് പറയുന്നത് കൂടുതൽ റിയൽ ആണ് ദാൻ ദി മെറ്റീരിയൽ ഒബ്ജക്ട്സ്. അതായത് ഇത്തരത്തിലുള്ള ഏതൊരു മാറ്ററും ഡിക്കേ ചെയ്യുന്നുണ്ട്, അത് നശിച്ചു പോകുന്നുണ്ട്. പക്ഷെ മൈൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് ഈസ് നോട്ട് പെർഷബിൾ, നശിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് മൈൻഡ് ആൻഡ് സോൾ ആണ് നമ്മുടെ ബോഡിയെക്കാളും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെക്കാളും ഇമ്പോർട്ടൻറ്റ്. സ്പിരിച്വൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പ്രോഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഗ്രേറ്റ് മൈൻഡ്സ് ലൈക്ക് ന്യൂട്ടൺ, ഐൻസ്റ്റൈൻ, ഷേക്സ്പിയർ, ബെർണാഡ് ഷോ എന്ന് പറയുന്ന ആളുകളുടെ ക്രിയേഷൻസ്, അല്ലെങ്കിൽ അവർ മരിച്ചു പോയിട്ടും ഇന്നും അവരുടെ ആ ക്രിയേഷൻസ് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? കാരണം അത് നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്, അതിന് നാശമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഐഡിയലിസം ആൻഡ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ എയിം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയാണ്. ഫിലോസഫർ റോസ് പറഞ്ഞത് ഹ്യൂമൻ പേഴ്സണാലിറ്റി ഇസ് ഓഫ് സുപ്രീം വാല്യൂ ആൻഡ് ദ നോബിളസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച വർക്ക് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നുണ്ട്. എ പോയറ്റ് കോൾഡ് മാൻ ദ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ഓൾ ക്രിയേഷൻസ് ഓഫ് ഗോഡ്. അതായത് പലരും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും മികച്ചത് മനുഷ്യൻ തന്നെയാണ് എന്നുള്ളത്. സൃഷ്ടിയുടെ കാര്യത്തിൽ മികച്ചത് തന്നെയാണ്, അതെങ്ങനെ കയ്യിലിരിപ്പിൻ്റെ കാര്യത്തിൽ എക്സാൾട്ടിങ് ദ പേഴ്സണാലിറ്റി, ഓക്കെ, വ്യക്തിത്വത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഇസ് ദ സുപ്രീം ടാസ്ക് ഓഫ് ഐഡിയലിസം. മൈൻഡ് ഓവർ ബയോളജി. ഐഡിയലിസ്റ്റുകൾ ബയോളജി, മൈൻഡ് ഓവർ ബയോളജി. ഓക്കെ, അപ്പോൾ ഐഡിയലിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഐഡിയലൈസ് ചെയ്യാതെ മൈൻഡിനെ ഓവർ ബോഡി ഓർ ബയോളജിക്കൽ എവല്യൂഷൻ. ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ മനസ്സിൻ്റെ പരിണാമത്തിലും അതിൻ്റെ എവല്യൂഷനിലും നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഐഡിയലിസ്റ്റ് ഗോൾസിൽ എന്തൊക്കെയാണ് വരുന്നത്? ട്രൂത്ത്, അവോയ്ഡിങ് ഈവിൾ, അപ്രിസിയേഷൻ ഓഫ് ബ്യൂട്ടി ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ഗുഡ്നെസ്. ഈ 3 ഫിലോസഫിക്കൽ ട്രിനിറ്റി, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ തന്നെ നമ്മൾ മുൻപ് ഉപനിഷത്തൊക്കെ കണ്ടപ്പോഴും കണ്ടൊരു തീമാണ്. സത്യം, ശിവം, സുന്ദരം. ഇത് തന്നെയാണ് ഐഡിയലിസത്തിലും വരുന്നത്. അപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ ഫിലോസഫി എന്നാണ് കേട്ടോ. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റാഷണൽ ആയിട്ടുള്ള, മെൻ്റൽ ആയിട്ടുള്ള, സ്പിരിച്വൽ നോളേജ് ഹ്യൂമൻ ബീങ്സിന് കൊടുക്കണം. കാരണം ഹ്യൂമൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഡൈനാമിസം ത്രൂ ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും ഒരു ഐഡിയൽ മാനായിട്ട് മാറാനായിട്ട് പറ്റും. പക്ഷെ മിസ്യൂസ് ചെയ്താൽ മാൻ എങ്ങനെയാ മാറും? ഒരു അനിമൽ ലൈക്ക് ആയിട്ട് മാറും, മൃഗത്തെ പോലെയുള്ള ഒന്നായിട്ട് മാറും. ആനിമൽസും ഡോഗ്സ് ആൻഡ് ഹോഴ്സസിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഹ്യൂമൻസിനെ നമുക്ക് റാഷണൽ തോട്ടിങ് ഉപയോഗിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അവരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ, ഒരു മൃഗത്തിനെ പോലെ ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇനി കൾച്ചറൽ എൻവയോൺമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് നമുക്ക് ചുറ്റും ഒരു കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്തിനെയൊക്കെയാണ്
ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒക്കെ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് സ്പിരിറ്റിൽ ഐഡിയലിസം കൊടുക്കുന്ന എംഫസിസ്? ഫിസിക്കൽ പ്ലഷറിനെ ഐഡിയലിസം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ നേച്ചറിനെയാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ എസെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മാൻ സ്പിരിച്വൽ നേച്ചർ ഇസ് എ വെരി എസെൻസ് ഓഫ് ഹിസ് ബീങ് എന്നാണ് പറയുന്നത്. അതായത് മാൻ ഒരു സ്പിരിച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം അവിടെ, ആൻഡ് ഹീ ഷുഡ് സീ ഇറ്റ് ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് എ ഡിവൈൻ ബ്ലെസ്സിങ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വെസ്റ്റേൺ ഫിലോസഫിയിലെ നാച്ചുറലിസം. അതായത് നാച്ചുറലിസം എന്ന് പറയുന്നത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നേച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ്. അസർട്ടിങ് ദാറ്റ് നേച്ചർ എലോൺ ഈസ് റിയൽ. നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രകൃതി മാത്രമാണ് റിയൽ, എല്ലാം അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് നാച്ചുറലിസം. മൈൻഡ് എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് മൈൻഡ്. ആൻഡ് ബ്രെയിൻ എന്താണ്? ഒരു മെറ്റീരിയൽ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ പല മെൻ്റൽ ആക്ടിവിറ്റീസും ലൈക്ക് തിങ്കിങ്, ഇമാജിനേഷൻ, റീസണിങ് ഇതൊക്കെ ബയോളജിക്കൽ ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ അത് കോൺസെപ്റ്റ് ഓഫ് സ്പിരിറ്റ് ആൻഡ് സോളിനെ നാച്ചുറലിസം റിജക്റ്റ് ചെയ്യുന്നു. പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ കാണുന്ന എല്ലാ പ്രതിഭാസത്തെയും ഗവേൺ ചെയ്യുന്നതെന്നാണ് നാച്ചുറലിസം പറയുന്നത്. അതുപോലെ തന്നെ നോളേജ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സെൻസറി പെർസെപ്ഷനിലൂടെ അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസസിലൂടെയാണ് നോളേജ് വരുന്നത്. ഇപ്പോൾ ഇൻഡ്യൂഷൻ, ഡിവൈൻ ഇൻസ്പിറേഷൻ, സ്പിരിച്വാലിറ്റി ഒക്കെ റിജക്റ്റ് ചെയ്യുന്ന ഒന്നാണ് നാച്ചുറലിസം. സയൻസ് ഇസ് എ സോൾ വാലിഡ് വേ ടു അക്യൂർ നോളേജ് എന്നാണ് നാച്ചുറലിസം പറയുന്നത്. അപ്പോൾ നാച്ചുറലിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് ഹ്യൂമൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് നേച്ചറാണ്, പ്രകൃതിയുടെ പ്രൊഡക്ട്സ് ആണ് അവർ, അല്ലാതെ സൊസൈറ്റിയുടെ അല്ല. അപ്പോൾ അൺലൈക്ക് പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം ഡസ് നോട്ട് കൺസിഡർ മാൻ എ സോഷ്യൽ ബീങ്. മാനിനെ ഒരു സോഷ്യൽ ബീങ് ആയിട്ട് നാച്ചുറലിസം ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഈ നാച്ചുറലിസവും ഐഡിയലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് നോക്കാം. സിമിലാരിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡിവിജ്വലിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ചൈൽഡിൻ്റെ ഇനേറ്റ് പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരണമെന്ന് രണ്ട് കൂട്ടരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫിനെ ഒരു പ്രോഗ്രസ്മെൻ്റ് ആയിട്ടാണ് അവർ കാണുന്നത് ടുവേർഡ് ഗ്രോത്ത് ആൻഡ് പെർഫെക്ഷൻ. പക്ഷെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നാച്ചുറലിസത്തിലെ മാറ്റർ എന്നുള്ളതാണ് സുപ്രീം, ഐഡിയലിസത്തിലോ മൈൻഡ് ഓർ സ്പിരിറ്റ് ആണ്. ഇനി നാച്ചുറലിസത്തിന് പ്രധാനമായിട്ടും 3 ഫോംസ് ആണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ നാച്ചുറലിസം. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മാനിനെ ഒരു മെഷീൻ ആയിട്ടാണ് കാണുന്നത്, ഹു ഈസ് ഓപ്പറേറ്റിംഗ് ബൈ ഫിസിക്കൽ ലോസ്. രണ്ടാമത്തത് ബയോളജിക്കൽ നാച്ചുറലിസം. ഇവിടെ മാനിൻ്റെ എവല്യൂഷണറി ഡെവലപ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഫിസിക്കൽ നാച്ചുറലിസം. ഇവിടെ എക്സ്റ്റേണൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലിസത്തിൻ്റെ ചീഫ് എക്സ്പൊണൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെമോക്രിറ്റസ്, എപ്പിക്യൂറസ്, ഫ്രാൻസിസ് ബേക്കൺ, കൊമേനിയസ്, ഹെർബർട്ട് സ്പെൻസർ, തോമസ് എക്സ്ലി, ജോൺ യാക്ക് റൂസോ. ഇത്രയും പേരാണ് നാച്ചുറലിസത്തിൻ്റെ ചീഫ് എക്സ്പൊണൻസ്. ഇനി നാച്ചുറലിസത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? അതായത് നാച്ചുറലിസം ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ എൻവയോൺമെൻ്റ് ആണ്. അതുപോലെ തന്നെ ദ പ്രസൻറ്റ് ലൈഫ് ഓഫ് ദ ചൈൽഡിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ലേണിംഗ് പ്രോഗ്രസ്സിൻ്റെ സെൻട്രലായിട്ട് കുട്ടിയാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഷുഡ് ഫോളോ ദ ലോസ് ഓഫ് നേച്ചർ എന്ന് ബിലീവ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിൽ ഫ്രീഡം വേണമെന്ന് പറയുന്നുണ്ട്. ബുക്കിഷ് നോളജിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ആൻഡ് ഇവോൾവിങ് ആക്ടിവിറ്റി ആയിട്ടും കാണുന്നു. ഇനി നാച്ചുറലിസത്തിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ്റെ എയിംസ് എന്തൊക്കെയാണ്? മെയിൻ എയിം സെൽഫ് എക്സ്പ്രഷൻ ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ അവർക്ക് എങ്ങനെയാണോ അവർ എക്സ്പ്രസ് ചെയ്യേണ്ടത് നാച്ചുറലായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അലോ ചെയ്യണം. അപ്പോൾ റൂസോ പറയുന്നത് റിയൽ ലേണിംഗ് വരുന്നത് നാച്ചുറൽ എക്സ്പീരിയൻസസിലൂടെയാണ്, ഒരിക്കലും ഫോഴ്സ്ഡ് മെമ്മറൈസേഷനിലൂടെ അല്ല. നാച്ചുറലിസത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കരിക്കുലം ഫസ്റ്റ് കിൻഡർ ഗാർട്ടൻ, പ്രീ സ്കൂൾ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം? പ്ലേസും സ്റ്റോറീസും സോങ്സും ഗെയിംസും ഒക്കെയാണ് കൊടുക്കുന്നത്. അവരുടെ സെൻസസിനെയും ഫിസിക്കൽ മൂവ്മെൻറ്റിനെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം. ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആൻഡ് സെൻസറി ഡെവലപ്മെൻറ്റ് വേണം ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ. ലേറ്റർ സ്റ്റേജ് കരിക്കുലത്തിൽ പല സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്യാം. ഫിസിയോളജി, ഫിസിക്കൽ സയൻസസ്, നാച്ചുറൽ സയൻസസ്, അനാട്ടമി, സൈക്കോളജി, സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, ജിയോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡി, അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്. മാത്തമാറ്റിക്സ് എന്നുള്ളത് പ്രാക്ടിക്കലി വേണം പഠിപ്പിക്കാൻ, തിയററ്റിക്കലി അല്ല എന്നും പറയുന്നുണ്ട്. ഇനി നാച്ചുറലിസത്തിലെ ടീച്ചിങ് മെത്തേഡ്സ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫെസിലിറ്റേറ്റ് എക്സ്പ്ലോറേഷൻ ആൻഡ് നോട്ട് ഡോമിനേറ്റ്. ഫേമസ് കോട്ട് ബൈ റൂസോ, ബേൺ ദ ബുക്സ് ആൻഡ് ബ്രേക്ക് ദ വാൾസ്, ലെറ്റ് ദ ചൈൽഡ് എക്സ്പ്ലോർ നേച്ചർ. ബുക്കുകളെല്ലാം കത്തിക്കൂ, മതിലുകളിൽ അടിച്ച് തകർക്കൂ, കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് പറയുന്നത്.
ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. പ്ലേ വേ മെത്തേഡും നാച്ചുറലിസത്തിൻ്റെ ഒരു ഇതാണ്. അതായത് പ്ലേ, അതായത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലേണിംഗ് ടൂളായിട്ട് ഉപയോഗിക്കുന്നു. ജോയ്ഫുൾ, സ്പോണ്ടേനിയസ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒബ്ജക്ട്സ് ബിഫോർ വേർഡ്സ്, എക്സ്പീരിയൻസ് ബിഫോർ തിയറിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഡിസിപ്ലിൻ ഇൻ നാച്ചുറലിസം നോക്കുകയാണെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നാച്ചുറലി വരേണ്ട ഒന്ന് തന്നെയാണ്. അത് ഭയപ്പെട്ടുകൊണ്ട് വരേണ്ട ഒന്നല്ല. ലേണിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ കോൺസിക്വൻസ് ആണ്, അല്ല പണിഷ്മെൻറ്റ് ത്രൂ വരേണ്ടതല്ല. ഫിസിക്കൽ പണിഷ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ട്രൂ ഡിസിപ്ലിൻ സെൽഫ് റെഗുലേഷനിലൂടെയാണ് വരുന്നത്. ഫ്രീഡം എസെൻഷ്യലാണ്, പക്ഷെ അബ്സല്യൂട്ട് അല്ല. ലിമിറ്റ്സ് മേ ബി അപ്ലൈഡ് ഫോർ സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ടീച്ചറുടെ റോള് ടീച്ചർ ഗൈഡാണ്, അതോറിറ്റി ഫിഗർ അല്ല. ടീച്ചർ ചെയ്യേണ്ടത് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, ആൻഡ് നോട്ട് ടു ഇമ്പോസ് നോളജ്. അതുപോലെ തന്നെ ചിൽഡ്രനെ എന്തിനു വേണ്ടി ടീച്ചർ ഹെൽപ്പ് ചെയ്യണം? ടു സോൾവ് പ്രോബ്ലംസ് ഇൻഡിപെൻഡൻ്റ്ലി. ഇങ്ങനെ നാച്ചുറലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രസീവ് സിസ്റ്റംസ് ആണ് മോണ്ടിസോറി ഒക്കെ. ഇവിടെ ടീച്ചേഴ്സിനെ ഡയറക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലെക്ചേഴ്സ് ആയിട്ടല്ല. ഇനി നാച്ചുറലിസം എന്തൊക്കെയാണ് എഡ്യൂക്കേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്, പ്ലഷറബിൾ ലേണിംഗ്, പ്രൊമോഷൻ ഓഫ് സെൽഫ് ആക്ടിവിറ്റി, ഇൻഡക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്, ഡിസിപ്ലിൻ ത്രൂ കോൺസിക്വൻസസ്, ലേണിംഗ് ഇൻ നാച്ചുറൽ സറൗണ്ടിങ്സ്, ഇൻസ്പിറേഷൻ ഫോർ ന്യൂ എഡ്യൂക്കേഷണൽ മെത്തേഡ്സ്. അതായത് ഫ്രോബൽസിൻ്റെ കിൻഡർ ഗാർഡൻ, മോണ്ടിസറി മെത്തേഡ്, ടാഗോറിൻ്റെ ശാന്തി നികേതൻ, നെയിൽസിൻ്റെ സമ്മർ ഹില്ലൊക്കെ ഈ ഒരു നാച്ചുറലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ മോഡൽസ് ആണ്. ഇനി എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ആൻഡ് ക്രിറ്റിസിസം ഓഫ് നാച്ചുറലിസം? അതായത് ബുക്സിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ കുട്ടി ക്രിട്ടിക്കൽ തിങ്കിങ്ങോ അബ്സ്ട്രാക്ട് തിങ്കിങ്ങോ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്നത്. മിത്ത് ഓഫ് അബ്സല്യൂട്ട് ഫ്രീഡം, ഒരാൾക്കും നമുക്ക് അൺലിമിറ്റഡ് ഫ്രീഡം കൊടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം അതൊരു ഡിസോർഡറിലേക്ക് പോകും. ഹയർ വാല്യൂസിനെ ഇഗ്നോർ ചെയ്യുന്നു, സ്പിരിച്വൽ മോറൽ വാല്യൂസിനെയൊക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്, അതായത് എല്ലാ സ്കൂൾസും നാച്ചുറൽ സെറ്റിങ്സിൽ സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ടീച്ചറിൻ്റെ റോളിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. നാച്ചുറലിസ്റ്റിക് ടെൻഡൻസീസ് ഇൻ മോഡേൺ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നാച്ചുറലിസം ഒരു റെവല്യൂഷൻ തന്നെ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലെക്സിബിൾ മെത്തേഡ്സ്, എംഫസിസ് ഓൺ ചൈൽഡ്സ് ഇൻട്രസ്റ്റ്, കുറച്ചും കൂടി ഹ്യൂമനിസ്റ്റിക് ആണ്, എക്സ്പീരിയൻഷ്യൽ അപ്രോച്ച് ടു ടീച്ചിങ് ആണ്. പ്രാഗ്മാറ്റിസം ഇൻട്രൊഡക്ഷൻ. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഫിലോസഫിക്കൽ മൂവ്മെൻ്റ് ആണ് ദാറ്റ് ബിക്കൺ ഇൻ ദ US ഇൻ ദ ലേറ്റ് 19th century. അപ്പോൾ ഇതിനെ നമ്മളൊരു റെസ്പോൺസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ദി റിജിഡ് ഐഡിയലിസം. ഐഡിയലിസത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു റിയാക്ഷനാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെറ്റാഫിസിക്കൽ തിങ്കിങ്. അപ്പോൾ ഈ എറ്റേണൽ ട്രൂത്ത്സിനും അൺചേഞ്ചിങ് ഐഡിയൽസിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം പ്രാഗ്മാറ്റിസം ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആക്ഷനിലാണ്, ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിലാണ്, അതുപോലെ തന്നെ റിയൽ വേൾഡ് കോൺസിക്വൻസസിലാണ്. ഇത് ട്രൂത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് എത്രത്തോളം ഡെയിലി ലൈഫിൽ യൂസ് ആണ്. ഈ വ്യൂവിൽ തന്നെ നോളജ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഒരുപാട് ഹ്യൂമൻസ് പല പ്രോബ്ലംസും പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. പ്രാഗ്മാറ്റിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ്. റിയാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആണ്. റിയാലിറ്റി ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അബ്സല്യൂട്ട് അല്ല. ഇതൊരു സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് ഇവല്യൂഷനിലാണ്. അപ്പോൾ എന്താണ് ട്രൂ മീനിങ് ഫുൾ എന്ന് നമ്മൾ ഒരു സമയത്ത് കൺസിഡർ ചെയ്തത് ചിലപ്പോൾ മറ്റൊരു സിറ്റുവേഷനിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇസ് വാട്ട് വർക്ക്സ് ഇൻ പ്രാക്ടീസ്. ട്രൂത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്കം ബേസ് ചെയ്തിട്ട് ആയിരിക്കണം. If an idea or action leads to success, it is considered valid. This practical utility becomes the test of truth. ഇപ്പോൾ ഒരു ഐഡിയോ ആക്ഷനോ സക്സസ്ഫുൾ ആണെങ്കിൽ അത് നമ്മൾ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് നോക്കിയിട്ട് വേണം, പ്രയോജനമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം അതിനെ സത്യമായിട്ട് അംഗീകരിക്കാൻ. എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ഇൻഡിവിജ്വൽസ് ടു സോൾവ് എവറിഡേ പ്രോബ്ലംസ്. അതായത് ഫാക്ട്സും തിയറീസും എല്ലാം മെമ്മറൈസ് ചെയ്യുന്നതിന് പകരം എഡ്യൂക്കേഷൻ ലേണേഴ്സിനെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ റിയൽ ലൈഫ് ചലഞ്ചസ് വരുമ്പോൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് വേണം ഹെൽപ്പ് ചെയ്യാൻ. ഇനി ഇവിടെ എംഫസിസ് എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്ങിലാണ്, അതുപോലെ തന്നെ മെമ്മറൈസിങ്ങിലല്ല. പിന്നെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് ആണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നത് റാദർ ദാൻ റോട്ട് ലേണിംഗ്. നോളജ് ഇസ് നോട്ട് ഫൈനൽ, ഇറ്റ് ഇൻവോൾവ്സ് വിത്ത് എക്സ്പീരിയൻസ്. അതായത് ഫൈനൽ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് പ്രാഗ്മാറ്റിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അറിവ് അല്ലെങ്കിൽ നോളേജ് എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്ഷൻ. ഓരോ സിറ്റുവേഷനും ഓരോ പുതിയ അറിവ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നു. ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ ആയിരുന്നു ടുവേർഡ്സ് ഐഡിയലിസം ആൻഡ് നാച്ചുറലിസം.
പ്രാഗ്മാറ്റിസം ദ അബ്സ്ട്രാക്ട് പെർഫെക്ഷൻ ഓഫ് ഐഡിയലിസത്തിനെയും റിജക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാസീവ് റിയലിസം ഓഫ് നാച്ചുറലിസത്തിനെയും റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആണ്, ഹ്യൂമൻ സെൻറ്റേർഡ് വ്യൂ ആണ് പ്രാഗ്മാറ്റിസം ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഇൻസ്പയർഡ് ബൈ ദ സയൻറ്റിഫിക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, മോഡേൺ സയൻസ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ഒബ്സർവേഷൻ, ഹൈപ്പോത്തീസിസ് ആൻഡ് ടെസ്റ്റിംഗ്, ഇതെല്ലാം പ്രാഗ്മാറ്റിക് ഫിലോസഫിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സയൻസിനെ പോലെ തന്നെ പ്രാഗ്മാറ്റിസം എവിഡൻസിനെയും റിസൾട്ട്സിനെയും വാല്യൂ ചെയ്യുന്നുണ്ട്. പ്രാഗ്മാറ്റിസം പെർമനൻറ്റ് ഓർ അബ്സല്യൂട്ട് ട്രൂത്തിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ട്രൂത്ത് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, ഡിവൈൻ അല്ല, റാദർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് റീക്രിയേറ്റഡ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് ഔട്ട്കം. വാട്ട് ഈസ് ട്രൂ ടുഡേ മെ നോട്ട് ഹോൾ ടുമോറോ. ഇന്നിപ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നുന്നത് നാളെ സത്യമാവണമെന്നില്ല. പിന്നെ ഫ്ലെക്സിബിൾ തിങ്കിങ്, ഫ്രീഡം ആൻഡ് സെൽഫ് ഡയറക്ഷനിലൊക്കെ അവർ ബിലീവ് ചെയ്തിരുന്നു. ദേ എൻകറേജ്ഡ് പീപ്പിൾ ടു അഡാപ്റ്റ് ടു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് മാറ്റത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവർ എൻകറേജ് ചെയ്തിരുന്നു. എക്സ്പ്ലോർ പോസിബിലിറ്റീസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻസ് ത്രൂ പേഴ്സണൽ എഫേർട്ട് ആൻഡ് റിഫ്ലക്ഷൻ. ദേ പ്രൊമോട്ടഡ് ഫ്രീഡം ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് ചാൾസ് സാൻഡേഴ്സ് പെർസി. He was the founder of pragmatism, logic and scientific inquiry. അദ്ദേഹം emphasize ചെയ്തിരുന്നു. Also he introduced the idea that meaning is found in practical effects. അടുത്തത് വില്യം ജെയിംസ്. വില്യം ജെയിംസ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്യുന്നത് വില്യം ജെയിംസ് ആണ്. ട്രൂത്തിനെ യൂസ്ഫുൾനെസ്സിനോടും ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനോടും അദ്ദേഹം ലിങ്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ട്രൂത്ത് ഈസ് വാട്ട് വർക്ക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയിയാണ് എഡ്യൂക്കേഷണൽ പ്രാഗ്മാറ്റിസത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ. ഡ്യൂയി ബിലീവ് ചെയ്തിരുന്നത് എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ഇറ്റ് സെൽഫ്, നോട്ട് ജസ്റ്റ് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതം, അല്ലാതെ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഡ്യൂയി പറഞ്ഞത്. അദ്ദേഹം സപ്പോർട്ട് ചെയ്തു ലേണിംഗ് ബൈ ഡൂയിങ്, ഡെമോക്രാറ്റിക് ക്ലാസ് റൂം ആൻഡ് ദ യൂസ് ഓഫ് പ്രൊജക്ട് ബേസ്ഡ് മെത്തേഡ്. എന്താണ് ഇതിൻ്റെ കരിക്കുലം? ഫ്ലെക്സിബിൾ ആയിരിക്കണം, ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കണം, ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം. മേജർ ഏരിയാസ് ഇൻ പ്രാഗ്മാറ്റിക് കരിക്കുലം ലൈഫ് ഓറിയൻറ്റഡ് സബ്ജക്ട്സ് ആയിരിക്കണം. ഹെൽത്ത്, ഹൈജീൻ, അഗ്രികൾച്ചർ, ക്രാഫ്റ്റ്, സയൻറ്റിഫിക് സബ്ജക്ട്സ്, സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ, ആർട്ട് ആൻഡ് വർക്ക് എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലാണെങ്കിൽ ലേണേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, പ്രോജക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് വർക്ക്. ഈ ടീച്ചിങ് മെത്തേഡ്സിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ഫീൽഡ് ട്രിപ്സ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻ്റ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാം. ഡിസിപ്ലിൻ ഇൻ പ്രാഗ്മാറ്റിസം എക്സ്റ്റേണലി ഇമ്പോസ് ചെയ്യുന്നില്ല, പക്ഷേ ആക്ടിവിറ്റിയിലും കോപ്പറേഷനിലും ഒക്കെ വരുന്നതാണ്. സെൽഫ് ഡിസിപ്ലിൻ ആണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി പ്രാഗ്മാറ്റിക് വ്യൂസ് ഓൺ ഡിസിപ്ലിൻ, സോഷ്യൽ റൂൾസിനെയും മ്യൂച്വൽ റെസ്പെക്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. പിന്നെ കുട്ടികളെ അവരുടെ ആക്ഷൻ്റെ കോൺസിക്വൻസസിൽ നിന്നും പഠിക്കാനായിട്ട് ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഫ്രീഡം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതിനോടൊപ്പം തന്നെ എന്താണ് റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. ടീച്ചർ ഇവിടെ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, അല്ലാതെ ഒരു സ്ട്രിക്റ്റ് അതോറിറ്റി ഫിഗർ അല്ല. റോൾ ഓഫ് ദി ടീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലേണിങ്ങിനെ ഗൈഡ് ചെയ്യുക, ലേണിംഗ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ലേണറിനെ ഒബ്സർവ് ചെയ്യുക, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക, എൻകറേജ് എൻക്വയറി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സേജ് ഓൺ ദി സ്റ്റേജ് ബട്ട് എ ഗൈഡ് ഓൺ ദ സൈഡ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റേജിൽ കാണുന്ന ഒരു സേജ് അല്ലെങ്കിൽ ഒരു സന്യാസി അല്ല ടീച്ചർ, നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഗൈഡായിരിക്കണം ടീച്ചർ. ഇനി കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രാഗ്മാറ്റിസം ടു എഡ്യൂക്കേഷൻ, ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, പ്രൊജക്ട് മെത്തേഡ്, ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ലിമിറ്റേഷൻസ് എന്നുള്ളത്, ലിമിറ്റേഷൻസിൽ എന്തൊക്കെയാണ്? അപ്പോൾ ലിമിറ്റേഷൻസ് ആൻഡ് ക്രിറ്റിസിസത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പെർമനൻറ്റ് എയിംസ്, അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എയിം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നെഗ്ലക്റ്റ് ഓഫ് തിയററ്റിക്കൽ നോളജ്, തിയററ്റിക്കൽ നോളജിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒരുപാട് എക്സ്പീരിയൻസിനും ആക്ഷനുമാണ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ്. പിന്നെ ടു മച്ച് ഫ്രീഡമാണ്, ഓവർ എംഫസിസ് ഓൺ യൂട്ടിലിറ്റി, എസ്തെറ്റിക്, ഫിലോസഫിക്കൽ, സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ അവർ വിട്ടുകളയാണ്. പിന്നെ ഡിഫിക്കൽട്ട് ഇംപ്ലിമെൻറ്റ് ഇൻ ട്രഡീഷണൽ സിസ്റ്റംസ് ആണ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ്സ്.